ഈ ഹമാസ് ഗസയിൽ കഞ്ഞി കുടിക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലായി എന്നൊക്കെ കേൾക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കാര്യങ്ങളെന്നും പറയപ്പെടുന്നു. എന്താണ് അതിൻ്റെ കഥ? എന്താണ്? അത് ഹമാസ് രൂക്ഷമായ പ്രതിസന്ധിയിലാണ്. അവരുടെ കയ്യിൽ 5 പൈസ എടുക്കാനില്ല, നട്ടം തിരിയുകയാണ്. ഈ പറയുന്ന ഭീകരവാദികളെല്ലാം തന്നെ ഓടി ഒളിക്കുന്ന അവസ്ഥയാണ്. നേതൃത്വമില്ല, നൽകാൻ ശമ്പളമില്ല, ഈ പറയുന്ന ആയുധങ്ങളില്ല. ഇവർ ആശുപത്രികളിലൊക്കെയാണ് അഭയം പ്രാപിക്കുന്നത്. ഇതിൻ്റെ പ്രധാന പ്രതിസന്ധിക്ക് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഇവർക്ക് വന്നുകൊണ്ടിരുന്ന സോഴ്സുകളാണ്. സോഴ്സുകളെല്ലാം തകർന്നു. നേതൃനിര, ഇവരുടെ മുൻനിര നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടു. അഷാർക്ക് അൽ അസ്വാദ് എന്ന് പറയുന്ന മീഡിയയാണ് ഈ പറയുന്ന വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ ഇതിൻ്റെ വിശദാംശങ്ങളടക്കം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുൻനിര നേതാക്കൾ കൊല്ലപ്പെട്ടു. യഹ്യ സിൻവാറിയും ഇബ്രാഹിം അക്വിൻ, ഇസ്മയിൽ ഹനിയ തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട ഇവരുടെ നേതാക്കളെല്ലാം തന്നെ തീർന്നു. ഈ പറയുന്ന ഇസ്രായേൽ സേന വധിച്ചു കഴിഞ്ഞു. ഇതോടുകൂടി വലിയ രീതിയിലുള്ള തകർച്ച ഹമാസിനുണ്ടായിരിക്കുന്നു. സാമ്പത്തിക സ്രോതസ്സുകളെ ബാധിക്കപ്പെട്ടു. അതായത് ഇതിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. യഹ്യ സിൻവാർ എന്ന് പറയുന്ന ആളായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ. ഇദ്ദേഹം വഴിയല്ലാതെ മറ്റൊരു രീതിയിലും ഹമാസിലേക്ക് പണം എത്തരുത് എന്നൊരു ദുശാഠ്യം ഇയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പണത്തിൻ്റെ സോഴ്സുകൾ എവിടെ നിന്നാണ്, ഇത് ഏത് മാർഗം എത്തിക്കുന്നു, എങ്ങനെ എത്തിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നില്ല. കാരണം ഒന്ന്, പങ്കുവെച്ചാൽ ഇത് ഇസ്രായേലിൻ്റെ കയ്യിൽ ഈ വിവരം എത്തും എന്നുള്ളത് കൊണ്ട്. രണ്ട്, ഈ വിവരങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ ഇത് തട്ടിയെടുക്കാൻ കൂടെയുള്ളവർ തന്നെ ശ്രമിക്കുമോ എന്നുള്ളത്. ഇവർ തമ്മിലുള്ള വിശ്വാസ്യതക്കുറവാണ് ഇതിനകത്തുള്ള പ്രധാന പ്രശ്നമായി മാറിയിരുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന യഹിയെ പോലുള്ള ആൾക്കാർ, ഭീകരവാദികൾ എന്താണ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബത്തിനെ സേഫാക്കാൻ നോക്കുകയും അവർക്ക് പണം എത്തിക്കാൻ നോക്കുകയും അവരെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുകയൊക്കെ ചെയ്തു. പ്രധാനമായിട്ട് സിൻവാറിനെ പോലുള്ളവർ എടുത്തിരുന്ന യുദ്ധം തീർന്ന മേഖലകളിലേക്ക് പലായനം ചെയ്യും. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ യുദ്ധമേഖലയിലേക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. പെട്ടെന്ന് വന്ന് യുദ്ധമേഖലയിൽ ആക്രമണം നടത്തിയിട്ട് തിരിച്ചു പോകും. ഇല്ലെങ്കിൽ ഈ പറയുന്ന അതിർത്തി മേഖലയിൽ വന്ന് ആക്രമണം നടത്തിയിട്ട് തിരിച്ചു പോകും. നിരായുധരായിട്ടുള്ള ആൾക്കാർക്ക് നേരെ വെടിവെക്കും. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് സിൻവാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇയാളൊരു അക്രമിയായിരുന്നു. ഈ പറയുന്ന തീവ്രവാദിയാണ്, അത് ആക്രമിയാണെന്ന് സ്വാഭാവികമായിട്ട് അറിയാം. പക്ഷേ സ്വന്തം ജനതയെ പോലും കണക്കിലെടുക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണമൊക്കെ ഇയാൾ ചെയ്തിരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഹമാസ് അംഗങ്ങൾക്ക് വേതനം നൽകിയിരുന്നു. ഈ വേതനം നൽകിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശമ്പളമായിട്ടാണ്. ഭീകരവാദം നടത്താൻ ശമ്പളം, തൊഴിലില്ലായ്മ വേതനമാണ്. അല്ല, തൊഴിലിൻ്റെ എടുക്കുന്ന ഭീകരവാദത്തിനുള്ള വേതനമാണ്. ആ വേതനം നൽകിയിരുന്നു. അതായത് 900 ഷക്കൽസ് മാത്രമാണ് കഴിഞ്ഞ 4 മാസത്തിനിടെ ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. 900 ഷക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21,317 രൂപ, അത്രയേ ഉള്ളൂ. അതാണ് 4 മാസം കൊടുത്ത ശമ്പളം. അല്ലാതെ ഇവരുടെ കയ്യിൽ പൈസയില്ല. കാരണം ഭീകരവാദത്തിന് പൈസ ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. നമ്മൾ കാശ്മീരിൽ കണ്ടാണല്ലോ, സൈനികർ പോകുമ്പോൾ അതിന് നേരെ കല്ലെറിയുന്ന നാട്ടുകാർ, അതായത് കാശ്മീരികൾക്ക് ഒരു ദിവസം കല്ലെറിയ 500 രൂപയായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. ഇത് നോട്ട് നിരോധനം വന്നു. ഒറ്റ ദിവസം കൊണ്ട് സ്വിച്ചിട്ട പോലെ ഈ പറയുന്ന ഭീകരവാദികളുടെ ഫണ്ടിങ് അങ്ങ് നിന്നു. ആ ഫണ്ടിങ് നിന്നതോടുകൂടി തന്നെ കല്ലെറി നിന്നു. നമുക്കറിയാമല്ലോ, ഗതികെട്ട് പട്ടാളത്തിന് ഒരു നിവർത്തിയില്ല കാശ്മീരിൽ കൂടെ വാഹനം ഓടിച്ചു പോകാനായിട്ട്. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഒരു പയ്യനെ പിടിച്ച്, ഒരു തീവ്രവാദിയെ പിടിച്ച് ഫ്രണ്ടിൽ കെട്ടി വെച്ചുകൊണ്ട് ഒരു വണ്ടി ഓടിച്ചു. കല്ലെറിഞ്ഞ ഒരു ചെറുക്കനായിരുന്നു, അവനെ പിടിച്ച് ഫ്രണ്ടിൽ കെട്ടി വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കേണ്ടി വന്നു. അപ്പോൾ അവർ കല്ലെറിഞ്ഞില്ല, കല്ലെറിയാൻ പറ്റുന്നില്ലല്ലോ. ആ രീതിയിലൊക്കെ പ്രവർത്തിക്കേണ്ടി വന്നു ആർമിക്ക് അവിടെ. ഇപ്പം എന്താ സ്ഥിതി? കാശ്മീർ ശാന്തമായി. നോട്ട് നിരോധനം വന്ന് ഈ തീവ്രവാദികളെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ പിന്നെ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. പൈസ ഇല്ലാതായതോടുകൂടി കല്ലേറ് നിന്നു. അവിടുത്തെ ഭീകരവാദം കുറഞ്ഞു. നാട്ടുകാർക്കിടയിലെ പ്രശ്നങ്ങളില്ലാതെ അവർ പണിയെടുത്ത് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു കാശ്മീരിൻ്റെ അവസ്ഥ. അതേ അവസ്ഥയാണ് ഹമാസിന് പൈസ ഇല്ലെങ്കിൽ ഇവർ പ്രവർത്തിക്കൂല. പിന്നെ ഹമാസിനെ ഗാസയൊക്കെ ഉദ്ധരിക്കലില്ലേ ഇവന്മാരുടെ പണി? ഒന്നുമല്ല, മാക്സിമം പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വതന്ത്ര ഗാസയൊക്കെയാണ് ഇവരുടെ ആവശ്യം. അവിടുത്തെ ജനങ്ങൾ സുഖമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലോകരാജ്യങ്ങൾ, ഇസ്രയേലും അടക്കമുള്ളവർ കൊടുക്കുന്ന മരുന്നുകൾ, ആഹാരം, വസ്ത്രം തുടങ്ങിയ സാധനങ്ങൾ ഹമാസ് UN ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിട്ട് ഇത് കാശിന് വിൽക്കുമായിരുന്നു. ഇവർ ആ പ്രവൃത്തിയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യുന്ന ഹമാസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഗാസയിൽ പണമുള്ളവർ മാത്രമായിരുന്നു ഈ ഹമാസിൻ്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന അവശ്യ വസ്തുക്കളെല്ലാം വാങ്ങിയത്. ബാക്കിയുള്ളവർ പട്ടിണി കിടക്കുക. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദിത്വം ഹമാസിനാണ്. ഭക്ഷണം വാങ്ങിക്കാൻ, അതായത് UN ഇസ്രായേലും ഒക്കെ പലപ്പോഴും നേരിട്ട് വിതരണം ചെയ്യുന്ന ഭക്ഷണങ്ങൾ വാങ്ങിക്കാൻ ക്യൂ നിന്നവരെ വെടിവെച്ചിട്ടുണ്ട് ഹമാസ്. അതിൻ്റെ വീഡിയോ നമ്മുടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഒരിക്കൽ പുറത്തു വിടുകയും ചെയ്തിരുന്നു.
അങ്ങനെ ഈ അംഗങ്ങൾ ഇത്തരത്തിൽ വേതനം ലഭിക്കാതെ വന്നതോടുകൂടി അംഗങ്ങൾ യുദ്ധമേഖലയിൽ നിന്ന് പിന്മാറുകയാണ്. അതായത് ഈ ഹമാസിന്റെ ആളുകൾ ഇപ്പോൾ പട്ടിണി കിടന്ന് ഏതാണ്ട് മരണാവസ്ഥയിലായിട്ടുണ്ട്. അതെ. അപ്പോൾ ഇവരോട് ഈ അനുകമ്പയും സ്നേഹവും ഒക്കെ കാണിക്കുന്ന കുറേ മറ്റു രാജ്യക്കാരുണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഈ പറയുന്ന ഇബ്രാഹിം അഖിനെ പോലുള്ള ആൾക്കാർ, യഹ്യ സിൻവറെ പോലുള്ള ആൾക്കാരൊക്കെയായിരുന്നു ഇവരുടെ സോഴ്സുകൾ കൈകാര്യം ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ പണം വന്നുകൊണ്ടിരുന്നത് ലിബിയയിൽ നിന്നാണ്, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇറാനിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജോർദാനിൽ നിന്ന് എത്തുന്നുണ്ട്. ഈ പണമൊന്നും ഇപ്പോൾ എത്തുന്നില്ല. അതായത് ഈ പ്രദേശങ്ങളിലൂടെ കൈമാറി വന്നിരുന്ന പണമൊന്നും ഇപ്പോൾ എത്തുന്നില്ല. ഇസ്രയേൽ അതിന് തടയിട്ടു, പല രീതിയിലും പണം വരുന്നതിനെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ബ്ലോക്ക് ചെയ്യുകയും കൂടെ ചെയ്തതോടുകൂടി ഇവരുടെ കയ്യിലേക്ക് പണം എത്താതായി. പണം എത്തിക്കുന്ന ജോലി ചെയ്തിരുന്ന മുൻനിര നേതാക്കളെല്ലാം തന്നെ ഇല്ലാതായി. അത് ഇവർക്ക് പ്രതിസന്ധിയായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ യുദ്ധമേഖലയിൽ നിന്ന് ഇവർ പിന്മാറാൻ തുടങ്ങി. ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത പിന്മാറ്റമാണ് ഹമാസിൻ്റെ ഈ ഭീകരപ്രവർത്തനത്തിൽ ഇന്നുണ്ടായിരിക്കുന്നത്. അതായത് യുദ്ധത്തിൽ ഏകോപനമില്ലാതായി, നയിക്കാൻ ആളില്ലാതായി. ഇവർക്ക് ഈ പറയുന്ന സ്വർഗം കിട്ടും, ഹൂറിയെ കിട്ടും, നീ ചെന്ന് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കൂല. പൈസ കൊടുത്താലേ മധ്യപ്പുഴ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്. ആ പറയുന്ന ഇവർക്ക് ലഹരി എത്തിക്കുന്നില്ല, ഹമാസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ലഹരി എത്തിക്കുന്നില്ല, അവർക്ക് വേണ്ടിയിട്ട് ഈ സ്ത്രീകളെ എത്തിക്കുന്നില്ല. അത്തരത്തിലുള്ള ഫണ്ടിങ്ങിൻ്റെ സാധ്യതകളെല്ലാം ഇല്ലാതായി. അപ്പോൾ ഇവന്മാർക്ക് എൻ്റർടൈൻമെൻ്റ് ഇല്ല, നേരവേ ആയുധങ്ങളില്ല, പോരാടാനുള്ള സംവിധാനങ്ങളില്ല. ഇതെല്ലാം ഇല്ലാതായതോടുകൂടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നവന്മാരൊക്കെ പതുക്കെ വലിയാൻ തുടങ്ങി. അങ്ങനെ വലിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അണികൾ കംപ്ലീറ്റ് പിന്മാറി. ഇതിൽ ഏറ്റവും വലിയ തകർച്ച ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രയേലിനകത്ത് കയറിയിട്ട് ഇവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യുമായിരുന്നു. ഈ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ കഴിയാതെ ഈ ഹമാസിനകത്തുള്ള അഴിമതിയും തമ്മിലുള്ള പോരും കുതുകാൽ വെട്ടുമൊക്കെ കാരണം ഹിസ്ബുള്ളയോ ഹൂതികളോ അടക്കമുള്ള സംഘടനകളും ഇവരെ സഹായിക്കുന്നില്ല. അവരുടെ ഫണ്ടുകൾ എത്തുന്നില്ല, ഫണ്ടുകൾ കൈമാറാൻ സംവിധാനമില്ല, അവർക്കൊരു താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന ഹമാസിന് വിവരങ്ങൾ നൽകിയിരുന്ന ഇസ്രയേലിനകത്തുള്ള ആൾക്കാർ, ചാരപ്രവർത്തി ചെയ്തിരുന്നവരെ, ചിലർ ജൂതരൊക്കെയാണ്, ആ ജൂതരെ തന്നെ ഇവർ കൊല്ലാൻ തുടങ്ങി. ഇവരെ വിളിച്ചു വരുത്തിയിട്ട് വിവരമൊന്നും കിട്ടിയില്ലേ എന്ന് ആ വെടിവെച്ച് കൊല്ലും. അങ്ങനെയുള്ള രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ തുടങ്ങി. ചില സംഘടനകളൊക്കെ ഹമാസിനെ സഹായിച്ചിരുന്നു. ഈ സഹായിച്ചിരുന്ന സംഘടനകൾക്ക് മനസ്സിലായി ഇവർക്ക് യാതൊരു ആത്മാർത്ഥതയില്ല എന്നുള്ളത്. അത് മനസ്സിലാക്കിയതോടുകൂടി തന്നെ ഇവർ ആ സഹായങ്ങളൊക്കെ നിർത്തി. അങ്ങനെ വന്നപ്പോൾ ഈ പറയുന്ന ഹമാസിന് പിടിച്ചു കേൾക്കാൻ പറ്റാതെ വിദേശ ബന്ധങ്ങൾ ആകെ തകർന്നു. നിലവിൽ ഈ ഭീകരർ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ യുദ്ധമേഖലകൾ വിട്ട് സാധാരണ ആൾക്കാർ താമസിക്കുന്ന മേഖലകളിൽ പോയിരിക്കുക. പക്ഷേ ഇവർക്ക് ആയുധം ഉപേക്ഷിക്കാൻ കഴിയില്ല. ആയുധം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആൾക്കാർ കൃത്യമായി വെടിവെച്ച് കൊല്ലും, ഭീകരരെ തെരഞ്ഞു പിടിച്ച് കൊല്ലും. അങ്ങനെയുള്ള അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഇവർ ആയുധവും കൊണ്ടാണ് ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഓടിക്കയറുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇസ്രായേൽ അന്വേഷിച്ച് വരുമ്പോൾ ഇവ ഇവിടെ ഇരിക്കുക, അവിടെ ബോംബ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലുകളിൽ പലപ്പോഴും ബോംബ് വീഴുന്നത്. ഈ ബോംബ് ഇടുന്നതിന് മുമ്പ് ഇസ്രായേൽ വാണിംഗ് കൊടുക്കും, നിങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റൽ മാറ്റണം, ഞങ്ങളിവിടെ ബോംബ് ചെയ്യും, ഞങ്ങളിവിടെ ആക്രമിക്കും, ഈ പ്രദേശം ആക്രമിക്കും. ഇത് വാണിംഗ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊന്നും ഇവന്മാർ മാറാൻ പോലും സമ്മതിക്കില്ല. ഈ പറയുന്ന ഹമാസിൻ്റെ തീവ്രവാദികൾ യുവന്മാർ ബങ്കർ കയറി ഒളിക്കും, പക്ഷേ സാധാരണക്കാരോ ഇവന്മാർ രക്ഷപ്പെടാൻ കഴിയില്ല. ആശുപത്രികളിൽ കയറി ഒളിക്കുക എന്നുള്ളത്, ആശുപത്രിയിൽ നിന്ന് ഈ പറയുന്ന ബോംബാക്രമണം നടത്തുക, ഇല്ലെങ്കിൽ ഈ പറയുന്ന മിസൈൽ തുറക്കുക, അവിടെ നിന്ന് വെടിവെക്കുക എന്നുള്ളതൊക്കെ സ്ഥിരമായിട്ട് ഹമാസ് ചെയ്യുന്ന പണിയാണ്. കാരണം ഇപ്പോൾ ലോകരാജ്യങ്ങൾ നോക്കുമ്പോൾ ഇസ്രായേൽ ആശുപത്രിയിൽ ബോംബിട്ടു. ഇസ്രായേലിന് നേരെ പഴിക്കാൻ കഴിയുന്ന ഒരു കാരണമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും. അതായത് കൃത്യമായിട്ട് ഹമാസിൻ്റെ പദ്ധതിയുണ്ട്. ആരെ കൊലപ്പെടുത്തിയിട്ടായാലും ആരെ കൊന്നിട്ടായാലും ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ള ആ പ്രവർത്തനമാണ് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹമാസിൻ്റെ അടിത്തറ ഇളകിയിരിക്കുന്നു. ഹമാസ് സമ്പൂർണ്ണമായ നാശത്തിലേക്കും ഈ പറയുന്ന ഗാസ മോചനത്തിലേക്കും പോകുന്നു. അവിടെ ഈ ഇസ്രായേൽ അവിടെ മൊത്തം ഏറ്റെടുത്ത് ഇസ്രായേലിൻ്റേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഗാസയിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും, മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും എന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയുക. എന്തായാലും ഹമാസ് തീർന്നിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.